യാത്രാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത്രയ്ക്കും രുചിയോ എന്ന് അതിശയിച്ചു പോകും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ പിന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ 3 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ, എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ കറകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് പിഴിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുണ്ടല്ലോ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ആ മസാലക്കൂട്ടുകൾ ഒത്തിരിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വല്പം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മളിവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തോളം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതൊന്ന് പിടിച്ച് വരത്തക്ക വിധത്തിൽ ആ ഒരു സമയം. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇത്തിരി വെള്ളമൊക്കെ ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും അത് കളഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു സ്വല്പം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് മാത്രം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി നമുക്ക് നല്ല രീതിയിലൊന്ന് എടുക്കാവേ. പിന്നെ ഉണ്ടല്ലോ, നമുക്കിത്തിരി എണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വഴുതനങ്ങ ഒരു ഇച്ചിരി ഫ്രൈ ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മളിതിനകത്ത് ഒരുപാട് എണ്ണ അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് മറക്കരുത്. അകവും പുറവും കൂടെ നല്ല രീതിയിലൊന്ന് ആയി വരണമല്ലോ, അതുകൊണ്ടാണ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് കൊടുക്കേണ്ടത്. ഇതങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അതായത് ഒരു മെഴുക്ക് പുരട്ടിയുടെ ആ ഒരു പരുവത്തോളം നമ്മൾ എടുക്കത്തില്ലേ, അങ്ങനെ. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇനി എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു ചട്ടി നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം ഒരു കുറച്ചുകൂടി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. പലർക്കും സംശയമുണ്ട്, ഈ എണ്ണ ചട്ടിയിലൊന്ന് ചൂടായി വരാനായിട്ടൊരു സ്വല്പം താമസം വരുമല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി പൊട്ടു എന്നുള്ള പേടിയും വേണ്ട. അത് തന്നെയല്ല, എണ്ണ പെട്ടെന്നൊന്ന് ചൂടായി കിട്ടുകയും ചെയ്യും. അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു കുറച്ച് മാത്രം ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു 6-7 അല്ലി കുഞ്ഞല്ലിയായിരുന്നു വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സവോള, അതും പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 2 കുഞ്ഞ് സവോളയായിരുന്നു. ഒരെണ്ണം വലുതാണെന്നുണ്ടെങ്കിൽ അത് മതി, ഇല്ലെന്നുണ്ടെങ്കിൽ 2 എടുത്തോളുക. അതുകൂടി ഇട്ട് നമുക്കിതിലേക്ക് ഇന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. മൂടി വെച്ച് വഴറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, തുറന്ന് തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ അകത്ത് ആ വെള്ളം ഒന്ന് വലിഞ്ഞ് ഒരു ചെറിയൊരു കളർ വ്യത്യാസം അത്ര മതി, ഒന്ന് വാടി വരുന്ന ആ ഒരു പരുവം, അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ സവോളയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ വഴുതനങ്ങയ്ക്കകത്ത് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുത്തിരുന്നാലും മതിയാവും. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നാലും മതിയാവും. പിന്നെ മല്ലിപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണോളം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മിച്ചം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, പൊടികൾ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്ത് വഴറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞൊക്കെ പോകും. അങ്ങനെ നമ്മുടെ പൊടികൾ അത്രയും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കുട്ടി തക്കാളിയാണ്, കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി അതിൻ്റെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് പിടിച്ചു വരണം. അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊന്ന് ആവി കയറ്റി ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരുന്നുകൊണ്ട് ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് പൊളിഞ്ഞു വരുന്ന ഒരു പാകം ഉണ്ടല്ലോ, ഒന്ന് റെഡിയായി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങയോളം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് ഒരു സ്വല്പം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതി, കാരണം വെച്ചാൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം നമ്മൾ ആദ്യം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു കുറച്ച് കുരുമുളകും ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. കുരുമുളക് നമുക്ക് പൊടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. അത് സാധാരണ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിരുന്ന തക്കാളി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന
അരപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയട്ടെ, നമ്മൾ തേങ്ങ അരപ്പ് പച്ചയ്ക്ക് വേണേലും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് ചെറുതായിട്ട് പൊടിക്ക് വറുത്തിട്ട് വേണേലും ചേർത്ത് കൊടുക്കാം. കുരുമുളകും വറ്റൽമുളകോ എന്തെങ്കിലുമൊക്കെ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്ത് അരച്ചെടുക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണമെന്ന് മാത്രം. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാൻ പാകത്തിന്. അങ്ങനെ നമ്മൾ അതൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം എന്താ കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചാറിച്ചെറി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം വഴുതനങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ കുറുകി വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചോറിനൊക്കെ കൂട്ടാനൊക്കെ ആയിട്ട് ഒരു പാകത്തിന് വരും. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഇഡലിക്കോ ആ ഒരു നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ട് കിട്ടും. അങ്ങനെ ഉപ്പിൻ്റെ ഒരു കുറച്ചുകൂടെ കുറവുള്ളത് കൊണ്ട് ആ ഒരു ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് വേണമെന്നില്ല, എന്നാലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങളെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം വെന്ത് പാകമായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ചെടുത്തിരുന്നാലും മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ ഇതാ നോക്കിക്കേ, നല്ല രീതിയിലൊന്ന് കുറുകിയൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു പാകം എന്ന് പറയുന്നത് എണ്ണ ഏകദേശം തെളിഞ്ഞ് വരണം എന്നുള്ളതാണ്. പക്ഷേ എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി തെളിഞ്ഞ് വരാനില്ല, ചെറിയൊരു രീതിയിൽ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഇനി നമുക്കൊരു കുറച്ച് മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ അവസാനം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രുചി, അതിൻ്റെ മണവും മുന്നിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഗരം മസാല ഒരു പൊടിക്ക് മാത്രം ചേർത്ത് കൊടുത്തിരുന്നാലും മതി. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, അത് കൂടുതൽ ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത്. കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ അതിൻ്റെ രുചിയാവും മുന്നിട്ട് നിൽക്കുക. അങ്ങനെ അതുകൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ സത്തം ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മളൊരു കുറച്ച് മാത്രം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ എത്തത്തുള്ളൂ കേട്ടോ. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഉപേക്ഷിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില കൂടുതൽ ഇട്ട് കൊടുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ ആ മല്ലിയിലയാണെങ്കിൽ സത്തും കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ കറി ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചോളുക. വേറൊന്നും കൊണ്ടല്ല, ചട്ടിയിലാകുമ്പോൾ ഒരു കുറച്ച് നേരം കൂടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കാണുന്നവരെ ടാറ്റ.